ഈ യുവാവ് പെൺകുട്ടിയിൽ നിന്ന് 3 മീറ്റർ അകലെ ഒന്ന് മാറിയതേയുള്ളൂ. അയാളുടെ ശരീരം മുഴുവൻ തീ പടരാനൊരുങ്ങുന്നു. അതിനുശേഷം എന്തോ ഒരു അവ്യക്തമായ ശക്തി കൊണ്ട് തന്നെ യുവാവ് വീണ്ടും അവളിലേക്ക് അടുക്കുന്നു. ഇത് യുവാവിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അവൻ സ്വാതന്ത്ര്യത്തിന് ഒരു പടി തൊട്ട് പിന്നിലാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. 10 നിമിഷം മുമ്പ് പെൺകുട്ടിയെ കുറെ പേര് ചേർന്ന് ഉപദ്രവിക്കാൻ തുടങ്ങിയിരുന്നു. അവരാൽ അവൾ കൊല്ലപ്പെടുമെന്ന് കരുതിയിരുന്ന സമയത്താവട്ടെ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന പെൻഡന്റ് തിളങ്ങാൻ ആരംഭിക്കുന്നു. തൽക്ഷണം അവിടേക്ക് നിഗൂഢനായ ഒരു പുരുഷൻ കടന്നു വരുന്നു. അവരുടെ ഇടയിൽ കൂടെ ആ യുവാവ് ലൈറ്റർ ചലിപ്പിച്ചുകൊണ്ടുവന്നു. ഈ സമയത്ത് ഓരോ എതിരാളികളും താഴേക്ക് വീഴുന്നു. ഒന്ന് അടിക്കുക പോലും ചെയ്യാതെ ലൈറ്റർ ഉപയോഗിച്ച് എങ്ങനെ എതിരാളികളെ അയാൾ തറം പറ്റിച്ചു എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ അതിശയത്തോടെ അതെല്ലാം നോക്കി കാണുകയായിരുന്നു. പക്ഷേ യുവാവട്ടെ അവളുടെ അടുത്ത് വന്നിട്ട് അവളുടെ പെൻഡന്റ് ആവശ്യപ്പെടുന്നു. പെൻഡന്റ് അവൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പെൻഡന്റ് ആവട്ടെ വായുവിലേക്ക് ഉയർന്നു പോകാൻ പോകുന്ന സമയത്താവട്ടെ യുവാവും പെൺകുട്ടിയും ഒരുമിച്ച് അതിൽ കയറി പിടിക്കുന്നു. പെൻഡന്റ് തനിക്ക് തരണമെന്ന് അവൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പെൺകുട്ടി പെട്ടെന്ന് തന്നെ പെൻഡന്റ് അവളുടെ വശത്തേക്ക് വലിച്ചിട്ട് ഇത് തന്റെ മുത്തശ്ശി തന്ന സമ്മാനമാണെന്നും ഈ പെൻഡന്റ് ഒരിക്കലും അവന് കൊടുക്കാൻ സാധിക്കില്ല എന്നും പറയുന്നു. ഈ സമയം യുവാവ് പറയുന്നുണ്ട് അവളുടെ മുത്തശ്ശി അയാളെ കബളിപ്പിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊണ്ട് ഒരു കോൺട്രാക്ട് എഗ്രിമെന്റിൽ സൈൻ ചെയ്യിപ്പിച്ചിരുന്നു. ഈ പെൺകുട്ടിക്ക് എന്താപത്ത് സംഭവിച്ചാലും അവളെ രക്ഷിക്കണം, അതായിരുന്നു എഗ്രിമെന്റ്. പക്ഷേ 15 വർഷത്തിനിടയിൽ 3 പ്രാവശ്യം തന്നെ പെൺകുട്ടിയെ രക്ഷിച്ചായിരുന്നു. അത് മതിയായിരുന്നു അയാള് ഈ എഗ്രിമെന്റിൽ നിന്ന് സ്വതന്ത്രനാവാൻ. യുവാവ് അവളോട് പറയുന്നുണ്ട് ഇപ്പോൾ അവളെ രക്ഷിച്ചിരിക്കുന്നത് 3ാമത്തെ പ്രാവശ്യമാണെന്നും അതുകൊണ്ട് പെൻഡന്റ് തനിക്ക് തരണമെന്നും പറയുന്നു. എന്നാൽ പെൺകുട്ടി കരുതിയിരുന്നത് അവൻ തമാശ പറയുകയാണെന്നാണ്. അങ്ങനെ വീണ്ടും അവർ പെൻഡന്റിനായി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാനൊരുങ്ങുന്നു. ഉടനടി ആ പെൻഡന്റ് ആവട്ടെ 2 കഷ്ണങ്ങളാവുന്നു. അതിൽ നിന്നൊരു പ്രകാശം യുവാവിന്റെ ശരീരത്തിലേക്കും മറ്റൊന്ന് പെൺകുട്ടിയുടെ ശരീരത്തിലേക്കും കടക്കുന്നു. അങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന കഷ്ണങ്ങളായിപ്പോയ പെൻഡന്റ് അപ്രത്യക്ഷമാവുന്നുമുണ്ട്. പെൻഡന്റ് അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ യുവാവ് കരുതുന്നത് അവന്റെ കോൺട്രാക്ട് എഗ്രിമെന്റ് ഇതോടൊപ്പം തീർന്നു എന്നാണ്. അങ്ങനെ കോൺട്രാക്ട് എഗ്രിമെന്റിന്റെ കാലാവധി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന യുവാവ് സന്തോഷത്തോടെ തന്നെ അവിടുന്ന് പറന്നു പോകാനൊരുങ്ങുന്നു. പക്ഷെ തൽക്ഷണം അവന്റെ ശരീരമാകെ തീ പടരുന്നു. യുവാവട്ടെ പുതിയ ഒരു കോൺട്രാക്ട് എഗ്രിമെന്റിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു എന്ന് ഇപ്പോൾ അവന് മനസ്സിലാവുന്നു. ഇതായിരുന്നു അവന് നൽകിയിരിക്കുന്ന പുതിയ കോൺട്രാക്ട് എഗ്രിമെന്റ്. വീണ്ടും തനിക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യുവാവട്ടെ വല്ലാതെ വിഷമിക്കുന്നു.